ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും നമ്മളുടെ അടുക്കള വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയും ഇങ്ങനത്തൊക്കെ തന്നെ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ റെസിപ്പികൾ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്നതൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ചൂരമീൻ കറിയുണ്ട്, ചിക്കൻ റോസ്റ്റ് അല്ല, ചിക്കൻ ചമ്മന്തി ഉണ്ട്. വായിൽ ചിക്കൻ റോസ്റ്റ് എന്നാണ് വരാൻ പോയത്, അതുകൊണ്ട് പിടിച്ച് പറഞ്ഞത്. ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ നമ്മളുടെ ചീര താളിപ്പുണ്ട്. ഇതൊക്കെ കൂടി കലർന്നായിരുന്നു നമ്മളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നമ്മളുടെ റുട്ടീനായിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്ന റെസിപ്പികളുണ്ടല്ലോ, അതൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നാളത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്കലത്തെ പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ, സോറി. അപ്പോൾ ഉച്ചയ്ക്കലത്തെ വീഡിയോയിൽ തുടങ്ങാം. ട്യൂണയുടെ ഈ ഭാഗം ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മളെപ്പോലെ മിക്കവർക്കും ഇഷ്ടമില്ല അല്ലേ? ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. എന്നാലും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കറിക്ക് ഉണ്ടാവും. നല്ല ഫുള്ള് ബ്ലാക്ക് ആയതൊക്കെ എടുത്ത് ഞാൻ കളയും കേട്ടോ. പക്ഷെ മിക്സഡായി വരുന്നതൊന്നും കളയാൻ പറ്റില്ലല്ലോ. ഞാൻ ഷോപ്പിൽ പോകുന്ന ടൈമിൽ ബ്ലാക്ക് ഇല്ലാത്ത ഭാഗം എന്തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ബ്ലാക്ക് ഇല്ലാത്ത ഭാഗം ഈ മീനിന് ഉണ്ടാവില്ല. ഈ ഒരു മീൻ ഇങ്ങനെയാണ്. അപ്പോൾ അധികം ചില പീസിന് ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും, ചില പീസിൽ മിക്സഡ് ആയിട്ടാണല്ലോ, അത് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് ട്യൂണ, നമ്മളെ ചൂരയുടെ ബ്ലാക്ക് ഭാഗം. ഇത് ട്യൂണല്ല കേട്ടോ, കേദറാണ്. എന്നാലും അതിനും ഉണ്ടാവും ബ്ലാക്ക് പോർഷനുകൾ. ഞാൻ ഫസ്റ്റ് തന്നെ ചീര വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇട്ട് വെക്കുകയാണ്. താളിപ്പിനാകുമ്പോൾ അധികം ചീര വേണ്ടല്ലോ. എനിക്ക് ചീര, ഇവിടെ ആർക്കും ചീര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ചീര അറിയാമല്ലോ, ചീര നമ്മളെ ഡൈജഷനൊക്കെ വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീര ഞങ്ങൾ വാങ്ങലുണ്ട്. പക്ഷെ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓരോ ഇലയും നോക്കിയിട്ടാട്ട് എടുക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലൊരു വെള്ള കളർ കുത്തു വരുന്നത് ഭയങ്കര ഡേഞ്ചറസാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വേഗം പിച്ചിയിടും. പുഴുക്കടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ള ഒരു മുട്ട പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് നമ്മൾ എന്തായാലും കളയണം, അത് വളരെ ഡേഞ്ചറസാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇല നോക്കി എടുക്കാന്ന് വെച്ചാൽ വലിയ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. എനിക്ക് കാരണം ചീര വാങ്ങാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ വയറ്റിൽ നിന്നൊക്കെ പോകാൻ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചീര വാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ, പിന്നെ ചിക്കൻ ഞാൻ കുറച്ച് വെള്ളിയാഴ്ച ഞങ്ങൾ പൊതുവെ ബിരിയാണിന് ഉണ്ടാക്കല്, അപ്പോൾ അതിൽ നിന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ ചമ്മന്തി. നല്ല ടേസ്റ്റുള്ള നമ്മളെ ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാവില്ല, ഉണക്ക ചെമ്മീൻ ചമ്മന്തി, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ തന്നെ കുറച്ചും കൂടി വേറെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ചമ്മന്തിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ, എന്നാലേ നമ്മളെ റെസിപ്പികളൊക്കെ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചിലർ മിക്കവരും സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ദയവേത് എല്ലാവരും മുഴുവനായിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ചോറ് കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് ചടേന്ന് ഒരു വിസിൽ വരും, ഒരൊറ്റ വിസിൽ മതി നമ്മളെ വടിമട്ട റൈസിന്. അപ്പോൾ എനിക്ക് ചോറ് വയ്ക്കുന്ന ടൈമിൽ നമ്മളിവിടെ വെന്തുരുകുണ്ടായി. ഇപ്പം അറിയാലോ, ഒമാനിൽ ഏറ്റവും കൂടുതൽ ചൂട് ഒമാനിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നല്ല ചൂടാട്ടോ ഇപ്പോൾ, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടെന്ന് വെച്ച് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടെന്ന്. ഞാൻ ആ ജനലൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ, ഒരു കാറ്റിനൊക്കെ വേണ്ടിയിട്ട്. ഹാളിൽ AC ഒക്കെ ഇട്ട് വയ്ക്കും, എന്നാലും അടുക്കളയിലേക്ക് വല്ലാണ്ട് അങ്ങനെ കിട്ടുമൊന്നുമില്ല. അടുക്കളയിൽ AC ഇല്ല കേട്ടോ. നമ്മുടെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാട്ടോ. കാരണം എൻ്റെ വീഡിയോക്ക് ഒരൊറ്റ ലൈക്ക് പോലും കിട്ടാറില്ല. ഒരു ലൈക്കെങ്കിലും ആരെങ്കിലുമൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ, പുതിയ വീഡിയോകൾ എടുക്കാനൊക്കെ. ഇതൊരു 0 ലൈക്കിൻ്റെ സ്ഥാനത്ത് 0 ലൈക്കാണ് എനിക്ക്. അത്രയ്ക്കും എൻ്റെ സംസാരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് മീൻകറിക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ഉള്ളിയും വേണം കേട്ടോ. നമ്മൾ നല്ല ചൂരല്ല കേദർ മീൻ കറിയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കലത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ, വെളുത്തുള്ളി ചേർക്കണ്ട കേട്ടോ, ഉള്ളി ഇഞ്ചി മാത്രം മതി. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പുളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ പുളിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ പുളി വെള്ളത്തിലൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഡയറക്റ്റ് നമ്മളിതിലേക്ക് അരപ്പ് ചേർക്കണം ചെയ്യുക. അപ്പോൾ അതുവരെ ഒന്ന് തിളയ്ക്കുക. നമ്മൾ അരച്ച് വരുമ്പോഴേക്കും അതവിടെ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരമുറി തേങ്ങ എടുക്കണത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടെ. ഇത് നല്ല എരിവുള്ള മുളകാട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുളക് പൊടി എരിവുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചും മുളക് പൊടി ചേർക്കാം. ഇത് ഈ ഒരു തരി മുളക് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ പോരാത്തതിന് നമ്മൾ പച്ചമുളകും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 സ്പൂണ് മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ.
അങ്ങനെ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കട്ടിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഓവർ കട്ടി ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് മീഡിയം കട്ടി ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും നമ്മൾ മീനൊക്കെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കണമല്ലോ, ഒന്ന് കുറുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് തന്നെ നമുക്ക് ഒരു തക്കാളി മുറിച്ച് ചേർക്കുക, കൂടെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് തിള വന്നു തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ കേദർ മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അയില, ചാള ഏത് മീനാണെങ്കിലും എടുക്കുക. പിന്നെ ഈ ടൈപ്പ് ഇതുപോലത്തെ ഫ്ലഷുള്ള ടൈപ്പ് മീൻ എടുക്കണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് മല്ലിപ്പൊടി വറുത്തരച്ച ചെമ്മീൻ കറിയൊക്കെ തന്നെയാണ്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കറി ആയതുകൊണ്ട് തന്നെ ഇന്ന് മല്ലിപ്പൊടി ഇല്ലാണ്ട് നമ്മൾ സാധാരണ പച്ച ടേസ്റ്റിൽ തേങ്ങ അരച്ച കറി കൂട്ടാനൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മല്ലിപ്പൊടി ഇടണ്ട, പക്ഷെ മല്ലിപ്പൊടി ഇട്ടാലും വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻകറി നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പുളിയൊക്കെ ഓൾറെഡി നമ്മൾ തിളപ്പിച്ചുകൊണ്ട് തന്നെ പുളി ഓൾറെഡി നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ, ഇളകിയിട്ടുണ്ട്. ഇനി തക്കാളിയിലത്തെ പുളി കൂടി ഇതിലിറങ്ങണം. തക്കാളി ഒന്നതിൽ ഉടഞ്ഞ് വരണം, അപ്പോഴേക്കും മീനൊക്കെ ഒന്ന് വേവും. അപ്പോൾ അതുവരെ ജസ്റ്റ് ഫുള്ളായിട്ട് അടച്ചു വയ്ക്കരുത് കേട്ടോ, അപ്പോൾ പതഞ്ഞ് പൊങ്ങിപ്പോവും. ജസ്റ്റ് ഒരു ഹാഫായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഫിഷ് ഫ്രൈ ഞാൻ പല മോഡലിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ പെരിഞ്ചീരക കടയും, ചിലപ്പോൾ കുരുമുളക് കടയും. എന്തായാലും കോമൺ ആയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി ഗ്രൈൻഡ് ചെയ്യുക. ചില സമയത്താണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുക, ചില സമയത്ത് പെരിഞ്ചീരകം. അപ്പോൾ ഓരോ ടേസ്റ്റും മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് എന്നും ഫിഷ് ഫ്രൈ തിന്നുമ്പോൾ പുതുമ തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുരുമുളകൊന്നും ചേർത്തിട്ടില്ല, പെരിഞ്ചീരകവും ചേർത്തിട്ടില്ല. നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ കറി കാച്ചാണ്, ഫവൽക്കാക്ക് കറി കാച്ചിയതാണ് ഇഷ്ടം. ഈ കറി കാച്ചിയിലും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ കാച്ചി കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി എപ്പോഴും വരും. ഉള്ളിയും വേപ്പില മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. കറി കാച്ചാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അടുക്കള വിശേഷത്തിൻ്റെ ഇടയിൽ കുറച്ച് കുസൃതികളും വേണമല്ലോ. ഇത് എൻ്റെ മോള് പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് അവൾ വരച്ചത് കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് മൂപ്പരാൾ ചെറിയൊരു പേപ്പറിൽ വാട്ടർ കളർ ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ അവൾ തന്നെ കളർ ചെയ്ത ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അവൾക്കത് മറ്റുള്ളവർ കാണിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതവൾ കളർ അടിച്ചതാണ് കേട്ടോ. ഇത് പിക്ചറായിട്ട് വരുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കാണലില്ലേ, നമ്മൾ തന്നെ കുറേ വരച്ചുകൊണ്ട് അതിൽ കളർ അടിക്കുന്നത്. ഇത് അതുപോലത്തെ പിക്ചറുകളടക്കം ഇങ്ങനെ വരുന്നതാണ്, നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ബുക്സ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണില്ല, അവർ കുറേ നേരം ഇതിൽ ഇൻവോൾവ് ആയിരിക്കും കേട്ടോ. പരസ്പരം തല്ലുകൂടാനും, അതായത് സിബ്ലിങ്സ് ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുകൂടാനും നിൽക്കില്ല. ടി വിയിൽ കുറേ നേരം കണ്ണ് കേടാവണ പ്രശ്നമില്ല, മൊബൈലിൽ കളിക്കില്ല. ഇതാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ നല്ല ഉപകാരമാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇതിന് കുറേ ടൈം വേണത് കളർ അടിക്കാനായിട്ട്. കണ്ട ഇങ്ങനത്തെ പിക്ചറുകളാണ് ഇത്. നമുക്ക് തന്നെ പിക്ചർ ഒരു പേജിൽ വരച്ചിട്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ, ഒരു പേജിൽ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് തന്നെ കളർ ചെയ്യുക. ഇതിപ്പോൾ വരച്ചതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കുറേ കളേഴ്സ് ആഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് കളറടിച്ച് കഴിയുമൊന്നുമില്ല. ഒരു പിക്ചർ കളറടിച്ച് കഴിയണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇരുന്ന് അടിക്കാൻ പറ്റില്ല, കൈ കഴിക്കുമല്ലോ. പക്ഷേ ഇതിൽ അവർക്ക് കളറടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. കുറേ സ്ക്രീൻ ടൈം കുറഞ്ഞു കിട്ടും. ഞാനതുകൊണ്ട് ഇങ്ങനത്തെ ബുക്സൊക്കെ നല്ലോണം വാങ്ങിച്ച് കൊടുക്കലുണ്ട്. ഇനി അവിടെ കാണിക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി അടുത്തത് താളിപ്പ് ഉണ്ടാക്കലാണ്, ചീര താളിപ്പ്. ഈ താളിപ്പ് കറിയൊന്നും ഞങ്ങളെ തൃശ്ശൂരുകാർക്ക് ഉള്ള കറിയല്ല കേട്ടോ. നമ്മളെ വീട്ടിലും നാട്ടിലൊന്നും ഈ കറി കേട്ടിട്ട് പോലുമില്ല. എൻ്റെ അനിയത്തി പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മലപ്പുറംകാരുടെയും കോഴിക്കോട്ടുകാരുടെ ഒക്കെ കറിയാണെന്ന്. പിന്നെ നമ്മൾ നോമ്പ് കാലത്തൊക്കെ മുരിങ്ങയില താളിപ്പ് അതൊക്കെ കുറേ പേര് ചെയ്യുന്നതും തിന്നണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. സംഗതി കൊള്ളാട്ടാ. ചീരപ്പേരിയുടെ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ താളിപ്പാക്കി ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്. അതിലത്തെ ചീരയൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ചീരയുടേതായ ഒരു ടേസ്റ്റ്. മറ്റേ ഉപ്പേരി വയ്ക്കുമ്പോൾ നമുക്കാർക്കും ഇഷ്ടമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻകറി നിങ്ങൾ കുറച്ചും കൂടി കട്ടിയാക്കണേ, കുറച്ചും കൂടി നേരം വെച്ചാൽ ഇതൊന്നും കൂടി കുറുകി കിട്ടും. ഞാൻ 2 ദിവസത്തിനായിട്ടാണ് മീൻകറി വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ
പിറ്റേ ദിവസത്തിന് ഒന്നും കൂടി കറി ടേസ്റ്റ് ആവുകയും ചെയ്യും, ഒന്ന് കുറുകയും ചെയ്യും. ആ ഒരു കറി നല്ല ടേസ്റ്റുമാണ്, 2 ദിവസത്തിന് കറിയുമായി. ഞാനതുകൊണ്ട് ഇത്തിരി ഒരുപാട് കട്ടിയാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കാരണം ഇന്നത്തെ കറി ചൂടാക്കുമ്പോൾ നാളത്തേക്ക് ഒന്നും കൂടിയും കട്ടിയാവും. അപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കട്ടിയുള്ള കറിയൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിട്ടോ, റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മളെ റെസിപ്പികൾ ഇതാണ്: മീൻ പൊരിച്ചത്, താളിപ്പ്, കറി. ഇതിൽ ഞാനൊരു കാര്യം മിസ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നിങ്ങളോട് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നില്ലേ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേ ഇതൊന്നും ചെയ്യാനുള്ള നേരം കിട്ടിയില്ല. എൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്ന ഭേദം. നമ്മൾ അപ്പുറത്തുനിന്ന് ക്യാമറ വെച്ച് ഇപ്പുറത്തുനിന്ന് ക്യാമറ വെച്ച് ശരിക്ക് ഒരു ദേഷ്യം പിടിച്ചൊരു കാര്യമുണ്ട് ഈ വീഡിയോ എടുക്കൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ പിരിയമുളക്, കാശ്മീരി മുളകില്ലേ, അതൊരു 4 എണ്ണം മതിയിട്ടാ. കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള, കറിവേപ്പില. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് കയറ്റി കഴിയൊക്കെ വെച്ച് ഒക്കെ റെഡിയായതായിരുന്നു. ഞാൻ നേരെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും കട്ടായി, ഐസും കട്ടായി. പിന്നെ വെള്ളത്തിലിട്ട് വീണ്ടും മാറ്റ വെച്ചിട്ട് ഇതേപ്പോൾ ഇതാ പൊരിക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ ചമ്മന്തിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ചിക്കൻ ഒന്നും ചേർക്കണ്ട കേട്ടോ. ചിക്കൻ ഡയറക്റ്റ് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വെള്ളം വാർന്നു പോയ ചിക്കൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ബ്രൗൺ കളറാവാൻ ഇത്തിരി ടൈം എടുക്കൂട്ട. അത് നല്ലോണം പൊരിച്ചെടുക്കണം, കാരണം ഇത് ചമ്മന്തിയാക്കി പൊടിക്കാനുള്ളതാണ്. മൊരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഇത് ചിക്കന് പൊടിഞ്ഞ് കിട്ടൂല, ഇതായി കെടുക്കും. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് ഈ ഒരു പരുവം വരെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി എടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളുടെ സവാള ഫ്രൈ ആക്കി എടുക്കുക. സവാള ഫ്രൈ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്, എന്നാലോ മൊരിഞ്ഞും കിട്ടണം. ആ ഒരു ഇതായിരിക്കും നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കില്ലേ അതുപോലെ. കാരണം ഇപ്പോൾ ഇത് പൊടിക്കണ്ടേ, പൊടിഞ്ഞ് കിട്ടണ്ടേ. പൊടിയണമെങ്കിൽ നല്ലോണം മൊരിയേം വേണം, കരിഞ്ഞു കഴിഞ്ഞാലോ കരിഞ്ഞൊരു ടേസ്റ്റും വരും. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുക. സെയിം പ്രോസസ്സ് ഉള്ളി, മുളക്, കറിവേപ്പില ഇതും അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും, മറ്റേ മുളക് പൊടിയാണെങ്കിൽ ആവശ്യത്തിന് എരി നോക്കിയിട്ടെടുക്കുക. കാരണം നമ്മൾ മറ്റേ മുളക് ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്, അത് ശ്രദ്ധിക്കുക. ഉപ്പ്, ഇത് 3ഉം ചേർത്ത് പൊടിച്ചെടുക്കുക. നല്ലോണം പൊടിയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ഒക്കെ ഒരു ഇതനുസരിച്ച് ഞാനിത് മൊത്തമിട്ടിട്ട് എനിക്ക് പണി കിട്ടിയിട്ടാണ്, പൊടിഞ്ഞ് കിട്ടണില്ല. എൻ്റെ മിക്സി മൊത്തത്തിൽ ഈ ഒരു ജാർ ഇട്ടാൽ, മറ്റേ മിക്സിയൊക്കെ പെർഫെക്റ്റാണ്, ഈ ഒരു ജാർ ഇത്തിരി കംപ്ലൈൻ്റ് ആണ്, ഭയങ്കര പാടാണ് പൊടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഇട്ടിട്ട് പൊടിച്ചെടുത്തു. ഇതാകണ്ട ഇതുപോലെ കിട്ടും. നമ്മളെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ ചമ്മന്തി, അതുപോലെ തന്നെ കാണാനുണ്ട് കഴിക്കാനുണ്ട്. ചെമ്മീൻ ചമ്മന്തിനേക്കാളും കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ്. ചിക്കനാ മൊരിഞ്ഞ ചിക്കൻ അതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റ് ഇട്ടാൽ. പക്ഷേ ചോറ് കൂട്ടി കഴിക്കാനേ വേറെ ഒന്നും വേണ്ട. ഇത് കൂട്ടി ഒരു ഉരുള ചോറ് തിന്നാലുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. എനിക്ക് എന്ന് വെച്ചാൽ പൊതുവേ ഞാനൊരു ചമ്മന്തി ലവറാണ്. ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറിന്. പലതരം ചമ്മന്തികൾ നമ്മൾ ഡെയിലി ഉണ്ടാക്കലുണ്ട്. വെറുതെ ഉള്ളി മുളക് മാത്രം കുത്തിയിട്ടൊക്കെയുള്ള ചമ്മന്തി ഉണ്ടാക്കലുണ്ട്. രാത്രിക്കലേക്ക് കറി ഒന്നും കൂടിയും കുറുകും. ഇനി പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്നും കൂടിയും കുറുകും. അതാണ് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് വറ്റിച്ച് വയ്ക്കുള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നമ്മളെ സിമ്പിൾ റെസിപ്പികളൊക്കെ ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടതാട്ടെ, എനിക്ക് പറയാൻ വേറെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്